ഹലോ, നമസ്കാരം. വന്ദേ മാതരം പൂർണ്ണമായി പാടിയാൽ എന്താണ് തകരാറ്? അത് ദേശസ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഗാനമല്ലേ? പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും എന്തിനാണ് വന്ദേ മാതരം പൂർണ്ണമായി പാടുന്ന സമയത്ത് അത് തടയാൻ വേണ്ടി ശ്രമിച്ചത്? അതിനുശേഷം അത് തടഞ്ഞതല്ല, കസേരയ്ക്ക് വേണ്ടിയുള്ള ആംഗ്യമായിരുന്നുവെന്ന് എന്തിനാണ് AICC ഒരു നിലപാടെടുത്തത്? ഈ പശ്ചാത്തലത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ നേർക്ക് വന്നു. അതുകൊണ്ട് തന്നെ സംക്ഷിപ്തമായി എന്താണ് വന്ദേ മാതരം, എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവാദം, ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. വന്ദേ മാതരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഭരണഘടനാ അസംബ്ലി 950 ജനുവരി 20 അംഗീകരിച്ച ടാഗോർ നമുക്ക് സമ്മാനിച്ച ദേശീയ ഗാനം ജനഗണ മന യഥാർത്ഥത്തിൽ എത്ര ദൈർഘ്യമുള്ള, എത്ര ഖണ്ഡങ്ങളുള്ള ഗാനമായിരുന്നു? 5 ഖണ്ഡങ്ങൾ. അത് മുഴുവൻ പാടിയാൽ 3-4 മിനിറ്റ് എടുക്കും. ഭാരതോ ഭാഗ്യ വിധാത എന്നുള്ളതായിരുന്നു ആ കവിത. പക്ഷെ നമ്മൾ ദേശീയ ഗാനമായി തിരഞ്ഞെടുത്തത് ഒറ്റ ഖണ്ഡികയാണ്. 52 സെക്കൻഡ് മാത്രമുള്ള ഖണ്ഡിക. എന്തുകൊണ്ടാണ് മറ്റു ഖണ്ഡികൾ നമ്മൾ പാടാത്തത്? അതേക്കുറിച്ച് ആരും ചോദിക്കുന്നില്ലല്ലോ. ഇതാണ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ആദ്യം പ്രതികരിക്കാൻ ഒരുപക്ഷെ എൻ്റെ മനസ്സിൽ വന്ന ഒരു ഘടകം. ഇനി ഞാൻ വന്ദേ മാതരത്തിലേക്ക് വരാം. വന്ദേ മാതരം ബങ്കിങ് ചന്ദ്ര ചാറ്റർജി ചതോപാധ്യായാണ് ബംഗാളിൽ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നോവലായ ആനന്ദ് മഠത്തിൻ്റെ ഭാഗമായി വന്നു. ആ കാലഘട്ടത്തിലെ ബംഗാളിലെ ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ പശ്ചാത്തലമാണ് യഥാർത്ഥത്തിൽ ആ നോവലിന്റെ ഇതിവൃത്തം. ഒരുപാട് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ആനന്ദ മഠം എന്നുള്ള നോവലിലുണ്ട്. അത് മാത്രമല്ല, ആ വന്ദേ മാതരത്തിന്റെ അവസാന ഖണ്ഡികളിലൊക്കെ ഒരുപക്ഷെ ഒരു ശരാശരി ഇസ്ലാമിന്റെ വിശ്വാസത്തിന് ചേരാത്ത രൂപത്തിലുള്ള ഹിന്ദു ദേവതകളുടെ ഒരു വർണ്ണനയുണ്ട്. അപ്പോൾ ഈ വിഷയം സമഗ്രമായിട്ട് ചർച്ച ചെയ്യും. ടാഗോറാണ് ഇതിനൊരു സംഗീത ആവിഷ്കാരവുമായിട്ട് മുമ്പോട്ട് പോയ ആൾ. അദ്ദേഹവും ഇക്കാര്യത്തിൽ ഇടപെട്ടു. 937 കൽക്കത്ത കോൺഗ്രസ് പ്രവർത്തക സമിതി, ആരൊക്കെയാണെന്നറിയോ അവിടെ ആ പ്രവർത്തക സമിതിയിൽ പങ്കെടുത്തത്? മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഇന്ന് BJPക്ക് ഏറെ ഇഷ്ടമുള്ള ബഹുമാനിക്കുന്ന സർദാർ പട്ടേൽ, നെഹ്റു, അങ്ങനെ എല്ലാ യുഗപ്രഭാവന്മാരും ആ ഒരു കൽക്കട്ട പ്രവർത്തക സമിതിയിൽ ഉണ്ടായി. അവരാണ് 2 സ്റ്റാൻസ് മതി എന്ന് തീരുമാനിച്ചത്. എന്താ കാരണം? ദേശസ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു കാവ്യവും അല്ലെങ്കിൽ ഒരു ഗാനവും ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ ഒതുങ്ങുന്നതായിരിക്കണം, ആൾക്കാരെ ചേർത്ത് നിർത്തുന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിഭാഗത്തിന് എന്തെങ്കിലും വിമ്പിഷ്ടമുണ്ടെങ്കിൽ അതിനെ ദേശസ്നേഹത്തിൻ്റെ ആ മൂശയിലേക്ക് ഇട്ട് നിർബന്ധമായിട്ടുള്ള ഒരു പ്രക്രിയയ്ക്ക് വിധേയമാക്കരുത് എന്ന് നമ്മുടെ രാഷ്ട്രശില്പികൾ ചിന്തിച്ചു. അതല്ലേ ശരി? അങ്ങനെയല്ലേ ഭരണഘടനാ അസംബ്ലിയും ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് BJP ഇത് മുഴുവൻ പാടണമെന്ന് നിഷ്കർഷിച്ചത്? എന്തുകൊണ്ടാണ് ജനഗണമന നമ്മൾ പൂർണ്ണമായും പാടാത്തിരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യമില്ലേ? ഇനി BJP നമുക്ക് ദേശസ്നേഹം വിളമ്പുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ അശോക ചക്രത്തെ എതിർത്തവരല്ലേ? ബുദ്ധിസ്റ്റ് പാരമ്പര്യമാണ് അതിൽ പ്രതിഫലിക്കുന്നത്, അത് അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരല്ലേ? നമ്മുടെ ത്രിവർണ്ണ പതാക അംഗീകരിക്കാത്തവരല്ലേ BJPക്കാരും RSSകാരും? എപ്പോഴാണ് അവർ അംഗീകരിച്ച് തുടങ്ങിയത്? നമ്മുടെ ഭരണഘടനയിൽ മനുസ്മൃതി ഇല്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളണമെന്ന് പറഞ്ഞവരല്ലേ RSSകാര്? ഓർഗനൈസറിന്റെ ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പതിപ്പുകളൊന്ന് പരിശോധിക്കുക. ഞാൻ തീൻമൂർത്തി ലൈബ്രറിയിൽ നിന്ന് പരിശോധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെ അതിനിശ്ചിതമായി വിമർശനം അഴിച്ചുവിട്ടവരല്ലേ ഇവരൊക്കെ? ഇപ്പോൾ ഇവർ പെട്ടെന്ന് ഈ പറയുന്ന വന്ദേ മാതരത്തെ മുൻനിർത്തി നമുക്ക് ദേശസ്നേഹം വിളമ്പുകയാണ്. എനിക്കൊരൊറ്റ കാര്യം കോൺഗ്രസ് നേതൃത്വത്തോട് പറയാം. ഗാന്ധിജിയും പട്ടേലും സുഭാഷ് ചന്ദ്രബോസും നെഹ്റുവും ഒക്കെ നമുക്ക് പകർന്നൊരു ദിശാബോധമുണ്ട്. ആ ദിശാബോധമാണ് ഒരുപക്ഷെ ഈ രാഷ്ട്രത്തെ മുമ്പോട്ട് നയിക്കേണ്ടത്, ഏവരെയും ചേർത്ത് നിർത്തേണ്ടത്. നിങ്ങൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് ഈ വർഗീയ ശക്തികൾക്ക് വളമേകാനെ ഉപകരിക്കും. വന്ദേ മാതരത്തിൻ്റെ നിജസ്ഥിതി എന്താണ്, അതിൻ്റെ ചരിത്രം എന്താണ്,
അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈ വർഗീയ ശക്തികളുടെ വിധ്വംസക പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും.